അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നാളെയാണ് RBIയുടെ ഈ വർഷത്തെ മൂന്നാമത്തെ RBI പോളിസി, അതായത് RBI മോണിറ്ററി പോളിസി നടക്കുന്നത്. അപ്പോൾ അതിൽ റിപ്പോ നിരക്ക് കുറയ്ക്കുമോ അല്ലെങ്കിൽ കൂട്ടുമോ എന്നതാണ് നമ്മുടെ ഒരു വിപണി ഉറ്റുനോക്കുന്നത്. അപ്പോൾ അത് കൂട്ടിയാലും കുറച്ചാലും സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഒരു ഭവന വായ്പ എടുത്തവർക്ക് അല്ലെങ്കിൽ മറ്റു വായ്പകൾ എടുത്തവർക്ക് EMIയിൽ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരിക, എന്താണ് റിപ്പോ നിരക്ക് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. RBIയുടെ അതായത് മോണിറ്ററി പോളിസി യോഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 4-ാം തീയതി മുതൽ നടന്നുകൊണ്ട്. അപ്പോൾ ആ യോഗത്തിലെ തീരുമാനങ്ങളാണ് 6-ാം തീയതി ഏകദേശം 10 മണിയോടുകൂടി നമ്മുടെ RBI ഗവർണർ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പോൾ അതിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക റിപ്പോ നിരക്ക് വർദ്ധിച്ചോ അല്ലെങ്കിൽ കുറച്ചോ എന്നുള്ളത്. ഈ വർഷത്തെ മൂന്നാമത്തെ തവണയാണ് RBI പോളിസി നടക്കുന്നത്. പണലഭ്യത, പണപ്പെരുപ്പം, സാമ്പത്തിക സ്ഥിരത എന്നിവ നിയന്ത്രിക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI അവർ നിശ്ചയിക്കുന്ന റിപ്പോ നിരക്കാണ് നമ്മുടെ രാജ്യത്തെ സഹായിക്കുന്നത്. 4-ാം തീയതി ആരംഭിച്ച യോഗത്തിൽ, അവരുടെ യോഗത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് വിപണി അല്ലെങ്കിൽ പൊതുസമൂഹം അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ബാങ്കേഴ്സ് എല്ലാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ അവർക്ക് ആകാംക്ഷയുണ്ടോ, അതായത് സാമ്പത്തിക മേഖലയിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഗതിയാണ് ഈ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 2 പ്രാവശ്യമാണ്, ഈ വർഷം 2 പ്രാവശ്യമാണ് റിപ്പോ നിരക്കിൽ വർധനവ് നടത്തിയത്. അത് ഫെബ്രുവരിയിൽ മോണിറ്ററി പോളിസി യോഗം നടന്നിരുന്നു, അതുകൂടാതെ ഏപ്രിലും നടന്നിരുന്നു. അപ്പോൾ ഈ 2 തവണയും RBIയുടെ അടിസ്ഥാന പലിശ നിരക്ക് 25 ബേസിസ് പോയിന്റ് വീതം കുറച്ചിട്ടുണ്ട്. അതായത് ഇത്തവണയും 25 ബേസിസ് പോയിന്റ് കുറയ്ക്കുമോ എന്നതിനെ കുറിച്ചൊരു ആകാംക്ഷ വിപണിയെ ഉറ്റുനോക്കുന്നവർക്കുണ്ട്. ഇനി നമ്മൾ നോക്കാം എന്താണ് റിപ്പോ നിരക്ക് എന്ന് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയില്ല എന്താണ് റിപ്പോ നിരക്ക്. അതായത് രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവർക്ക് എവിടെ നിന്ന് പണം കിട്ടുക, അവർ പണം എടുക്കുന്നത് RBIയിൽ നിന്ന് പണം വായ്പയായാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ RBIയിലേക്ക് ഒരു പലിശ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് ഏകദേശം 6% ഇപ്പോഴത്തെ റിപ്പോ നിരക്ക്. അപ്പോൾ റിപ്പോ നിരക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കിങ് സ്ഥാപനങ്ങൾ പലിശ കൂടുതൽ RBIക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് നഷ്ടം സഹിക്കില്ല. അപ്പോൾ അവർ കൂടുതൽ കൊടുക്കുന്ന പലിശ സാധാരണക്കാരായ ജനങ്ങളെ തലയിലേക്കാണ് വെക്കുക. അപ്പോൾ ഈ റിപ്പോ നിരക്കിലെ മാറ്റങ്ങൾ സാധാരണക്കാരായ അല്ലെങ്കിൽ വായ്പ എടുക്കുന്ന അല്ലെങ്കിൽ പലിശ ഇടുന്ന അവരെയാണ് ബാധിക്കുക. റിപ്പോ നിരക്ക് കൂട്ടിയാൽ ബാങ്കുകൾക്ക് വായ്പ എടുക്കുന്ന പലിശ കൂടും, കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറയും. അപ്പൊ കൂട്ടിക്കഴിഞ്ഞാലോ ഭവന വായ്പ അല്ലെങ്കിൽ മറ്റു വായ്പകൾ EMI ഉള്ള വായ്പകൾക്കൊക്കെ പലിശ നിരക്ക് കൂടും കൂട്ടിക്കഴിഞ്ഞാൽ. കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറവും ഉണ്ടാവും. അത് വായ്പ എടുത്തവർക്ക് റിപ്പോ നിരക്ക് കുറച്ചു കഴിഞ്ഞാൽ വായ്പ എടുത്തവർക്ക് ഗുണവും പലിശ ഇട്ടവർക്ക്, ബാങ്കിൽ പലിശ ഇട്ടവർക്ക് അത് നഷ്ടവുമായിരിക്കും. കാരണം പലിശ കുറയായിരിക്കും അവർക്ക്. റിപ്പോ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാലോ വായ്പ എടുത്തവർക്ക് കൂടുതലും പലിശ ഇട്ടവർക്ക് കൂടുതലുമായിരിക്കും സംഭവിക്കുക. റിപ്പോ നിരക്ക് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭവന വായ്പ അല്ലെങ്കിൽ EMI വായ്പകൾ എടുത്തവർക്ക് പലിശ ഭാരം കുറയും. അതുപോലെ പലിശ ഇട്ടിട്ടുണ്ടാവില്ല, ബാങ്കിൽ പലിശ ഇടാനായിട്ടിട്ട് അവർക്കും പലിശ കുറയും. റിപ്പോ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാലോ ഇവിടെ ഭവന വായ്പ എടുത്തവർക്ക് പലിശ കൂടും, അവർ കൂടുതൽ EMI അടയ്ക്കേണ്ടി വരും. അപ്പോൾ പലിശയ്ക്ക് ഇട്ടവർക്കും അവർക്ക് കൂടുതൽ നേട്ടമായിരിക്കും, ഭവന വായ്പ എടുത്തവർക്ക് കീശ ചോരും. ഇതാണ് അതിൻ്റെതായ ഒരു വ്യത്യാസം. അപ്പൊ വായ്പ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിലവിൽ വായ്പ ഉള്ളവരും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു ധാരണ വേണം അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ വായ്പകളിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് റിപ്പോ നിരക്ക് കൂട്ടിയാലും കുറച്ചാലും ഓരോരുത്തരുടെ EMIയിൽ എങ്ങനെ വ്യത്യാസം വരും, അല്ലെങ്കിൽ ഭവന വായ്പ എടുത്തവർക്ക് എങ്ങനെ വ്യത്യാസം വരും എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ സാധാരണക്കാരെ ഒരു 20 വർഷ കാലാവധിയുള്ള ഒരു ഭവന വായ്പ എടുത്തു എന്ന് കരുതുക. 20 വർഷ കാലാവധി 50 ലക്ഷം ആണ് അപേക്ഷിച്ചത് എന്ന് പറയാം. അപ്പൊ അവര് ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് 6%, ആ നിരക്ക് വെച്ച് കണക്കാക്കിയാൽ ഏകദേശം പ്രതിമാസ EMI വരുന്നത് ഏകദേശം 35,816 രൂപയായിരിക്കും. എന്നാൽ ഒരു പക്ഷേ ഇത്തവണ റിപ്പോ നിരക്ക് വർദ്ധിച്ചാൽ അത് 6.4
ആക്കി എന്ന് നമ്മൾ കരുതുക. ആ 6.4% ആക്കി കഴിഞ്ഞാൽ അവരുടെ EMI വർധനവുണ്ടാവും. എത്രയായിരിക്കും വർദ്ധിക്കുക? 37,027 രൂപ അടയ്ക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ മാസവും 1,211 രൂപയുടെ വർധനവാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുക. ഇനി മറിച്ച് ചിന്തിക്കുക, ഒരു പക്ഷെ റിപ്പോ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ ചെയ്തെന്ന് വിചാരിക്കുക, അത് 5.6 കുറച്ചു എന്ന് കരുതുക. അപ്പോഴെന്ത് സംഭവിക്കും? അപ്പോൾ അദ്ദേഹത്തിന്റെ EMI ഏകദേശം 34,579 രൂപയായിട്ട് കുറയും. ഇത് പ്രതിമാസം ആ വ്യക്തിക്ക് ലാഭമായിട്ട് മാറും. അതായത് 1,237 രൂപയുടെ ലാഭം ആ വ്യക്തിക്ക് നേടിക്കൊടുക്കും. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം, റിപ്പോ നിരക്ക് കൂട്ടിയാലോ കുറഞ്ഞാലോ. അപ്പൊ അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ജൂൺ 6 വരെ ഏകദേശം 10 മണിയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് RBIയുടെ റിപ്പോ നിരക്ക്, മോണിറ്ററി പോളിസി എന്നിവയെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.